കൈപ്പത്തികൾ പുറത്തേക്ക് തുറന്ന് ചെവിക്ക് വട്ടം പിടിച്ചുകൊണ്ട് അഫ്ഹാം യുവാൻ എർലരിയുടെ ഡഗ്ഔട്ടിൽ മുട്ടുകുത്തിയിരുന്നു. ഇനിയും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ആംഗ്യഭാഷ അവർക്ക് മനസ്സിലായി കാണണം. ഇതിനോടകം 5 ഗോളുകൾ തങ്ങളുടെ വലയിലാക്കിയ ഇയാളോടിനി എന്ത് പറയാനാണ്? ഡഗ്ഔട്ടിൽ മൗനം കളിയാടിയ നിമിഷം. 6-0 എന്ന വലിയ മാർജിനിൽ ഒരു പരാജയം യുവാൻ എർലരി അറിയിച്ചിരുന്നതേയില്ല. ടൂർണമെന്റിൽ ആകെ ഒരു ഗോൾ മാത്രം കൺസീവ് ചെയ്ത റിഷാന്റെ ഗോൾ വലയിൽ തുടരെ തുടരെ പന്ത് മുത്തമിടുമ്പോൾ സൂചിയിൽ നൂല് കോർക്കാൻ മാത്രം പോരുന്ന പഴുതുകൾ പോലും കണ്ടെത്തി ഒരു 16-കാരൻ അവിടെ ഇടിച്ചു കുത്തിപ്പെയ്യുകയായിരുന്നു. 7 മത്സരങ്ങളിൽ നിന്നും 7 ഗോളുകളുമായി പോയ വർഷത്തെ ടോപ്പ് സ്കോററാണ് അയാൾ. ഒപ്പം ബെസ്റ്റ് പ്ലെയറും. ഈ അവാർഡുകളെല്ലാം തൂക്കിയ അഫ്ഹാമിനെ ഐക്കണായി തീരുമാനിക്കാൻ ബാണാസുര സ്പോർട്ടിംഗ് ക്ലബിന് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നിരിക്കില്ല. ഈ സീസണിലും അഫ്ഹാം തുടർന്നുകൊണ്ടിരിക്കുന്ന മികച്ച ഫോം തന്നെയാണ് BSC എന്ന ഭയക്കേണ്ട ഘടകം. ചെറുതല്ലാത്ത തുക മുടക്കിയാണ് ഹരിപ്രസാദിനെ അവർ ടീമിലെത്തിക്കുന്നത്. പഞ്ചായത്തിന്റെ അതിർത്തിക്കപ്പുറത്തു നിന്നും അവർ ഒരു പവിഴപ്പുറ്റ് കണ്ടെടുത്തു എന്ന് തന്നെ പറയാം. ലെഫ്റ്റ് വിങ്ങിൽ അയാൾ ഒരു മുതൽക്കൂട്ട് തന്നെയാവും. അതേ മികവ് തുടരുന്ന വിങ്ങർ ബാസിദിനെ വളരെ ചെറിയ തുകക്കും ടീമിലെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. അത്യാവശ്യം ഉയർന്ന തുകയ്ക്ക് തന്നെ അഫ്നാസിനെ വിളിച്ചെടുക്കുന്നതോടെ ഗോൾ ബാറിന് കീഴിൽ വിശ്വസ്തനായ ഒരു കാവൽക്കാരനെയും അവർക്ക് ലഭിച്ചു. പ്രതിരോധ നിരയിൽ അനസും ശ്രീകാന്തും റിയാസ് റിസ്വാനും, റിദാനും റാഷിദും അശ്വിനും ചേരുന്ന മധ്യനിര. എല്ലാത്തിനും മുകളിലായി അമരം പിടിക്കാൻ അഫ്ഹാമും. പോയ സീസണുകളിൽ ഗ്രൂപ്പ് ലെവലിന് അപ്പുറത്തേക്കുള്ള പ്രകടനമൊന്നും ബാണാസുരയിൽ നിന്നും ഉണ്ടായിട്ടേയില്ല. ആനപ്പന്തികൾക്ക് പേര് ചാർത്തിയ പന്തിപ്പൊയിലിന്റെ വിരിമാറിലേക്ക് 5-ാം സീസണിന്റെ തിടമ്പേറ്റാൻ ആനക്കലഹമോ ആനപ്പകയോ ആവാം. കാരണം ശ്രീകൃഷ്ണ ഭഗവാനോട് യുദ്ധം ചെയ്ത 1000 കൈകളുള്ള അസുര രാജാവാണ് ബാണാസുരൻ. മഹാബലിപുത്രന്റെ ആ പേരിന്റെ പകിട്ട് കാക്കാൻ ചില്ലറ പോരൊന്നും പോരല്ലോ.